ते भक्तिवेदान्त स्वामी इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तत्सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगणललिता श्रीविशाखान्वितांश। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിലെ രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. ഭഗവാൻ അർജുനനെ ആ ഭൗതിക ചിന്തകളിൽ നിന്ന്, ഭൗതിക നിലവാരത്തിൽ നിന്ന് ആത്മീയമായിട്ടുള്ള ബോധത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വിശദമാക്കി കൊടുക്കുകയാണ്. ഭൗതിക നിലവാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശോകങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല എന്ന് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അർജുനന്റെ എല്ലാ ശോകങ്ങളും അകറ്റുന്നതിന് വേണ്ടി അർജുനനെ ആത്മീയമായിട്ടുള്ള നിലവാരത്തിലേക്ക്, ശരീരബോധത്തിൽ നിന്ന് ഉയർത്തി ആത്മീയ ബോധത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഭഗവാൻ ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഒരു വ്യക്തിക്ക് അത്ര എളുപ്പത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം എത്രയോ ജന്മമായി ഒരു ജീവാത്മാവ് ഭൗതികമായിട്ടുള്ള ചിന്തയിൽ, ഭൗതികമായിട്ടുള്ള ബോധത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ സ്വഭാവങ്ങൾ ആവർത്തിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. ആത്മാവ് ഒരിക്കലും നശിക്കുന്നതല്ല. അവിനാശിതു തദ്വിധി യേന സർവമിദം തതം വിനാശം അഭിയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരീരം നശിച്ചു പോകുന്നതിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. കാരണം ആത്മാവിനെ സൃഷ്ടിച്ചത് തന്നെ നിത്യനായിട്ടാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അത് നിത്യനാണ്. അത് ജനിക്കുന്നില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ. അത് ജനിക്കുന്നില്ല. നജായതേ പ്രിയദേവാ കഥാചിൻ. അത് ജനിക്കുന്നില്ല, അത് വളരുന്നില്ല, അതിന് പ്രായമാകുന്നില്ല, അതിന് അസുഖങ്ങളൊന്നും വരുന്നില്ല. ഈ സ്വഭാവങ്ങളെല്ലാം ശരീരത്തിലാണ് വരുന്നത്. ഇത് ആത്മാവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് നീ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച്, ഒരു വ്യക്തിയുടെ ജീവനെ കുറിച്ച് ചിന്തിച്ച്
വിഷമിക്കേണ്ട ആവശ്യമില്ല. ദേഹി നിത്യം അവധ്യോയം. ജീവാത്മാവ് അവധ്യനാണ്. നിന്റെ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു ജീവാത്മാവിനെ മുറിക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാനം അച്ചലോയം സനാതന. ആത്മാവിന് ഒരു മാറ്റവും വരുത്താൻ ആർക്കും സാധിക്കില്ല എന്നാണ് ഭഗവാൻ വിശദമാക്കുന്നത്. അതുകൊണ്ട് അർജുനൻ ഈ ഒരു വ്യക്തിയുടെ ജീവനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിന് ഒരു വിധത്തിലും ആർക്കും ഈ ഭൗതിക ലോകത്തിലോ ആത്മീയ ലോകത്തിലോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും നശിക്കാത്ത ഒരു ജീവനെ കുറിച്ച് അർജുനൻ ഒരിക്കലും വിലപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിനുശേഷം ഭഗവാൻ വേറൊരു രീതിയിലും പറഞ്ഞു, ഇനി നീ ഈ ആത്മാവൊന്നുമില്ല, ആത്മാവിൽ നിനക്ക് വിശ്വാസമില്ല, അങ്ങനെയാണെങ്കിൽ പോലും നീ യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ശരീരം നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്ന ശരീരത്തെ കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാരി അർത്ഥേ നത്വം ശോചിതും അർഹസി. പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ജനിച്ച വ്യക്തി മരിച്ചു പോകുന്നുണ്ട്, മരിച്ച വ്യക്തി ജനിച്ചും വരുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലല്ല, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരീരം നശിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെ? അന്തവന്ത ഇമേ ദേഹ. ദേഹം സൃഷ്ടിച്ചപ്പോൾ തന്നെ അത് നശിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആർക്കും ശരീരത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ശരീരത്തിനെ എല്ലാ കാലത്തേക്കും നിലനിർത്താൻ ഒരു വ്യക്തിക്കും, ആര് വിചാരിച്ചു കഴിഞ്ഞാലും, ഒരു ശാസ്ത്രജ്ഞനോ ഒരു ഡോക്ടർക്കോ ആർക്കും, ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെന്റിനോ ആർക്കും ആ ശരീരത്തിനെ എല്ലാ കാലത്തേക്കും നിലനിർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നീ ചിന്തിച്ചു വിഷമിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിനെ എല്ലാ കാലത്തേക്കും നിലനിർത്താം എന്ന് വിചാരിക്കേണ്ട ആവശ്യം. ഇത് നശിച്ചു പോകുന്നതാണ്. അത് അതിന്റെ സമയമാകുമ്പോൾ നശിച്ചു പോകും. അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും, ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിലും ആത്മാവില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിലും, രണ്ടു വിധത്തിലാണെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേമൃതം തഥാവിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. ബുദ്ധിയുള്ള ഒരാള് അങ്ങനെ ദുഃഖിക്കേണ്ട, ഈ ജീവനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് ഉണ്ടെങ്കിൽ എന്താണ്? അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, അത് നിത്യനാണ്, നശിക്കാത്തതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇനി ആത്മാവില്ല, ശരീരം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിലും ശരീരം നിലനിൽക്കാത്തതാണ്. അതുകൊണ്ട് നിലനിൽക്കാത്ത ശരീരത്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യം. അപ്പോൾ വിലാപം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വിലപിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിക്കാൻ ഒരു കാരണവുമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഭഗവാൻ സ്വന്തം അഭിപ്രായം, ആത്മാവില്ല എന്നുള്ള അഭിപ്രായം ഒരിക്കലും ഭഗവാനില്ല. ഭഗവാൻ സ്വന്തം അഭിപ്രായം 27ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. പുനർജന്മമുണ്ട്, ആത്മാവുണ്ട്. ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ജനിക്കണം എന്നാണ് പറയുന്നത്. ജനിച്ച എല്ലാവരും മരിക്കും. ഭഗവാൻ പറയുന്നത് ജനിച്ച എല്ലാവരും മരിക്കും. നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും, വലിയ ആയുസ്സുള്ള ദേവന്മാരൊക്കെ, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും ജനിച്ചവരാണ്. അതുകൊണ്ട് അവരൊക്കെ മരിക്കും. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. അങ്ങനെ മരിച്ചവരെല്ലാവരും എന്ത് ചെയ്യും? അവരുടെ കർമ്മം അനുസരിച്ച് ജനിക്കുകയും ചെയ്യും. ഇതാണ് ചക്രം. അപ്പോൾ പുനർജന്മമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. തസ്മാൻ അപരിഹാരി അർത്ഥേ നത്വം ശോചിതും അർഹസി. അത് നമ്മുടെ കയ്യിലല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട
ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഏതൊരു വിധത്തിലാണെങ്കിലും ഒരു ജീവനെ കുറിച്ച് വിഷമിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റുന്നത് എന്ന് മാത്രമാണ് ആ വ്യക്തിയുടെ കർമ്മം മാത്രമാണ്. കർമ്മം മാറ്റിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ ജീവിത ചക്രത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. അല്ലാതെ വിലപിച്ചത് കൊണ്ട്, ശോകം ദുഃഖിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ, 28ാമത്തെ ശ്ലോകത്തിൽ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് പ്രകടമാകുന്നത് എന്ന് പറയും. ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭൗതിക ലോകത്തിൽ ജീവിതം അധികം അവ്യക്തമായിട്ടുള്ള ദിശയിലാണ്, പ്രകടമല്ല. ഒരു വ്യക്തിയുടെ ജീവിതം അധികകാലം പ്രകടമല്ല. ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവം വ്യക്തിത്വത്തിനെ മറച്ചു വെക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഈ ഭൗതിക ലോകത്തില് ഒരു വ്യക്തിക്കും സ്വന്തം സ്വഭാവം മുഴുവൻ പ്രകടമാക്കാൻ സാധിക്കുന്നത് വളരെ കുറച്ചു സമയത്തേക്ക് മാത്രമാണ്. ബാക്കി എല്ലാ സമയവും അവ്യക്ത ദശയിലാണ്. സൃഷ്ടി അധികവും അവ്യക്ത ദശയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അവ്യക്ത ദശയിലേക്ക് ഒരു ജീവാത്മാവ് പോകുന്നതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ലോകത്തിൽ അങ്ങനെ തന്നെയാണ്. ഭൗതിക ലോകത്തിൽ അധികവും ഒരു ജീവാത്മാവ് അവ്യക്ത ദശയിലാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് പറയുന്നത്, ഭഗവാൻ എന്താണ് ഇവിടെ വിശദമാക്കുന്നത് എന്ന് നോക്കാം. 28ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ഭാവാർത്ഥത്തിൽ ശീലപ്രബോധർ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിന് ശേഷം എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നോക്കാം. 28ാമത്തെ ശ്ലോകം വായിച്ചോളൂ, വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ആരതി ആൻഡ് അഞ്ജലി മാതാജി വായിച്ചോളൂ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. വിവർത്തനം. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി രണ്ട് വിഭാഗം തത്വജ്ഞാനികളുണ്ട്. രണ്ടു വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്ന് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികരെന്ന് വിളിക്കുന്നു. വാദത്തിനു വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ല. അവ അവ്യക്തദശയിലുമാണ്. സൂക്ഷ്മമായി ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭാവം ഉണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ, ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉളവാകുന്നു. ഉദാഹരണമായി, ഭൂമിയിൽ നിന്നുളവായ ഒരു പടുകൂറ്റൻ കെട്ടിടമെടുക്കുക. അത് തകർന്നടിയുമ്പോൾ വീണ്ടും അവ്യക്ത ദശയിലെത്തുന്നു. അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. ഊർജ സന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. അപ്പോൾ ആവിർഭാവത്തിലോ തിരോഭാവത്തിലോ ദുഃഖിക്കാനെന്തുണ്ട്? തിരോഭാവദശയിലും ഒന്നും നശിക്കുന്നില്ലല്ലോ. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്ത ദശയിൽ തന്നെ, മധ്യദശയിൽ മാത്രമേ ആവിർഭാവമുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അതുണ്ടാക്കുന്നില്ല. ഈ ഭൗതിക ശരീരങ്ങൾ തരത്തിൽ നശിക്കുന്നവയും അന്തവന്ത ഇമേ ദേഹ ആത്മാവ് അനശ്വരനുമാണെന്നുമുള്ള നിത്യസോക്ത ശരീരിന. ഗീതോപദിഷ്ടമായ വൈദിക മതം ശരീരം ഉടുപ്പ് മാത്രമാണെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. ഉടുപ്പൊന്ന് മാറുന്നതിൽ എന്തിന് വിഷാദം? ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല. ഏതാണ്ടൊരു സ്വപ്നം പോലെയുള്ള
ഒന്നാണിത്. സ്വപ്നത്തിൽ നാം ആകാശത്തിലൂടെ പറക്കുന്നതായും രാജകീയ രഥത്തിൽ ഇരിക്കുന്നതായും കാണാറുണ്ട്. പക്ഷേ ഉണരുമ്പോൾ അതെല്ലാം മിഥ്യാനുഭവങ്ങളാണെന്ന് അറിയുന്നു. ഭൗതിക ശരീരത്തിന്റെ അസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഇങ്ങനെ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദേഹനാശത്തിൽ വ്യസനിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna, thank you, Anjali and Arati Mataji. Hare Krishna. ഇവിടെ ഭഗവാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഭൗതിക ലോകത്തിലെ സൃഷ്ടിയുടെ താൽക്കാലികതയാണ്. ആത്മീയ ലോകത്തിൽ എല്ലാ സമയവും ജീവന് പ്രകടമായിട്ടുള്ള സ്വഭാവമാണ്. അതിനൊരിക്കലും അവ്യക്ത ദശയില്ല. ആത്മീയ ലോകത്തിൽ ഒരിക്കലും അവ്യക്തമായിട്ട് ഒരു വ്യക്തിക്ക് മറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സമയത്തും അതിന്റെ ധർമ്മം ചെയ്യാം, ഭഗവാന്റെ സേവനം ചെയ്യാം. പക്ഷെ ഇവിടെ ഭൗതിക സൃഷ്ടി, ഭൗതിക ലോകത്തിൽ സൃഷ്ടിയുടെ അധികം സമയവും അവ്യക്ത ദശയിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രകടമല്ല. സൃഷ്ടിയെ നമ്മൾ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിലും സൃഷ്ടിയിലെ ഓരോ വസ്തുക്കളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ നിലനിൽപ്പ് അതിന്റെ മധ്യദശയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം പ്രകടമാകുന്നത്, അതിന്റെ വ്യക്തിപ്രഭാവം പ്രകടമാക്കാൻ സാധിക്കുന്നത് കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, മധ്യദശയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ട് സമയത്തും, ആദ്യ കാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലും അതിന്റെ പ്രഭാവമില്ല. അതിന്റെ യഥാർത്ഥ സ്വഭാവം മുഴുവൻ പ്രകടമാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവ്യക്താദീനി ഭൂതാനി. അവ്യക്ത ആദീനി, ആദ്യത്തിൽ അവ്യക്തമാണ്. സൃഷ്ടിയുടെ ആദ്യം അവ്യക്തമാണ്, മധ്യത്തിൽ മാത്രമാണ് പ്രകടമാകുന്നത്. അവ്യക്ത നിധനാന്യവ, അവസാന സമയത്തും അവ്യക്തമാണ്. ഇത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൂതഗ്രാമസ ഏവായം, 8ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ, ഭൂതഗ്രാമസ ഏവായ ഭൂത പ്രളീയതേ ഭൂത പ്രളീയതേ രാത്രിയാഗമേ അവശപ്പാർത്ത പ്രഭവത്യ അഹരാഗമേ. ആദ്യം സൃഷ്ടി നടക്കുന്ന സമയത്ത് ജീവജാലങ്ങളൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ജീവജാലങ്ങളൊന്നുമില്ല. എന്താണ് സൃഷ്ടിയിൽ ആദ്യമുണ്ടായത്? ആദ്യമുണ്ടായത് ജീവജാലങ്ങളല്ല, ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പിന്നീട് മിഥ്യാഹങ്കാരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടായത്. ആ ബ്രഹ്മാവാണ് പിന്നീട് ഓരോരോ ജീവജാലങ്ങളെ, മഹർഷീശ്വരന്മാരെ, ദേവന്മാരെ, മനുഷ്യന്മാരൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടി നടക്കുന്നത് എപ്പോഴാണ്? ആ ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് മാത്രമാണ്. പകൽ സമയം കഴിഞ്ഞാലോ വീണ്ടും അവ്യക്ത ദശയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇത് 8ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അവ്യക്താത് വ്യക്തേ സർവ പ്രഭവന്തി അഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. അവ്യക്ത ദശയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴാണ് വ്യക്തമായിട്ടുള്ളത്? ആ ബ്രഹ്മാവിന്റെ സൃഷ്ടി നടക്കുന്ന പകൽ സമയത്ത് മാത്രമാണ് ജീവജാലങ്ങൾക്ക് പ്രകടമാകാൻ സാധിക്കുന്നത്. ബാക്കി സമയത്തോ? ബാക്കി സമയത്തൊക്കെ രാത്രിയാണ്, ബ്രഹ്മാവിന്റെ രാത്രിയാണ്. രാത്രിയാകുമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. അപ്പോഴൊക്കെ അവ്യക്ത ദശയിലാണ്. ജീവാത്മാക്കൾക്ക് പ്രകടമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഉറങ്ങിക്കിടക്കുക. അപ്പോൾ ബ്രഹ്മാവിന്റെ തന്നെ സൃഷ്ടിയിൽ കുറച്ചു സമയത്ത് മാത്രമേ എന്തുള്ളൂ? ജീവജാലങ്ങൾക്ക് പ്രകടമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇത് ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിയുടെ സ്വഭാവമാണ്. കുറച്ചു സമയത്തേക്ക് മാത്രമേ പ്രകടമാകുന്നുള്ളൂ, അധികം സമയവും അവ്യക്ത ദശയിലാണ്. ഇനി എല്ലാ സൃഷ്ടിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓരോ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനും കുറച്ചു സമയത്തേക്ക് മാത്രമേ അതിന്റെ പ്രഭാവം, അതിന്റെ വ്യക്തിപ്രഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു.
ഞാൻ എന്നുള്ള നിലയ്ക്ക് അതിന് ജീവിക്കണമെങ്കിൽ, എൻ്റെ ആ സ്വഭാവം പ്രകടിപ്പിക്കണമെങ്കിൽ അതിന് കുറച്ച് സമയമേ ഉള്ളൂ. അതിന്റെ ജീവിതകാലം മുഴുവൻ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അല്ലെ, ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുട്ടി ജനിച്ചു, അതിന്റെ ആ ഒരു കൗമാരപ്രായം വരെ അത് സ്വന്തം സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല, സ്വന്തം സ്വഭാവം മുഴുവനായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾക്കറിയില്ല, അതിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കറിയില്ല. അത് ആ ചെറുപ്പകാലത്തിൽ പലരെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അച്ഛനും അമ്മയെയും ആശ്രയിക്കുന്നു, അതേപോലെ പിന്നീട് അധ്യാപകരെ ആശ്രയിക്കുന്നു. ഇങ്ങനെ സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ സാധിക്കാതെയുള്ള ഒരു അവസ്ഥയിലാണ്, ആശ്രയഘട്ടത്തിലാണ് അത് ജീവിക്കുന്നത്. പിന്നീട് കൗമാരപ്രായത്തിലെത്തി യൗവനത്തിലെത്തുന്ന സമയത്താണ് സ്വന്തം നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം മനസ്സിലാക്കാൻ സാധിക്കും. ഓ, ഇതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന ആ ഒരു മധ്യഘട്ടത്തിൽ മാത്രമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നീട് ആ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് 80 വയസ്സ് ആയുസ്സുണ്ടെങ്കിലും ഈ ഒരു 30 വയസ്സ് കാലഘട്ടം മാത്രം, 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, ആ സമയത്ത് മാത്രമേ ആ വ്യക്തിയുടെ മുഴുവൻ പ്രഭാവം സ്വന്തം നിലയ്ക്ക് ആ വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. പിന്നീട് 50 കഴിയുന്ന സമയത്ത് വാർദ്ധക്യം ബാധിക്കാൻ തുടങ്ങും. പിന്നീട് വീണ്ടും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. ശരീരത്തിന് എല്ലാവിധ കഴിവുകളും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് ഭഗവാൻ ഇവിടെ പറയുന്നു, വ്യക്തമധ്യാനി, മധ്യഘട്ടത്തിൽ മാത്രമാണ് ഈ സൃഷ്ടിയിൽ ഒരു വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ സൃഷ്ടിയിലെ എല്ലാ വസ്തുക്കളെ എടുത്തു നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീല പ്രഭാതർ ഒരു ബിൽഡിങ്ങിന്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു കെട്ടിടം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കാലം അത് ഉണ്ടാക്കാൻ വേണ്ടി, ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടി നമ്മൾ നോക്കും. ആ സമയത്തൊന്നും ബിൽഡിങ്ങിന്റെ വ്യക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ള രൂപം നമ്മൾ കാണുന്നില്ല. പിന്നെ അത് ഉണ്ടാക്കി കുറച്ചു കാലം, ഒരു 30 വർഷം ആ ബിൽഡിംഗ് നിലനിൽക്കും, 30-40 വർഷം നിലനിൽക്കും. പിന്നെ അത് വീണ്ടും തകർന്ന് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മധ്യഘട്ടത്തിൽ മാത്രമാണ് അതിന്റെ സ്വഭാവം പ്രകടമായത്. സൃഷ്ടിയിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലെ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യന്റെ മുഴുവൻ ആ പ്രഭാവം പ്രകടമാക്കാൻ സാധിക്കുന്നത് കുറച്ച് സമയത്തേക്ക്, അല്ലെ? ആദ്യം ഉദിക്കുന്ന സമയത്ത് തന്നെ സൂര്യന്റെ മുഴുവൻ പ്രകാശവും നമ്മൾക്ക് കിട്ടുന്നില്ല, മുഴുവൻ ചൂടും അതിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അല്ല, ഒരു 11 മണി മുതൽ ഒരു വൈകുന്നേരം 3 മണി വരെ, ആകെ 4 മണിക്കൂറാണ് സൂര്യന്റെ മുഴുവൻ പ്രഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ചന്ദ്രനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചന്ദ്രന്റെ മുഴുവൻ പ്രഭാവം നമ്മൾ കാണുന്നത് ആ പൗർണമിയുടെ ചുറ്റുമുള്ള കുറച്ച് ദിവസമാണ്, 3-4 ദിവസമാണ്. ബാക്കിയൊക്കെ ദിവസത്തിലും ചന്ദ്രൻ അവ്യക്ത ദശയിലാണ്. സൂര്യനും ഈ 4 മണിക്കൂർ അല്ലാത്ത സമയത്തൊക്കെ അവ്യക്ത ദശയിലേക്ക് പോവുകയാണ്. മനുഷ്യ ജീവിതത്തിലാണെങ്കിലും മധ്യകാലഘട്ടത്തിൽ മാത്രമാണ് അതിന്റെ മുഴുവൻ സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുക. ഇങ്ങനെ സൃഷ്ടിയിലെ ഏതൊരു വസ്തുവിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന് കാണാൻ സാധിക്കും. ഒരു ചെടിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ സൃഷ്ടിയുടെ പ്രഭാവമുള്ളൂ, പ്രകട പ്രഭാവമുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അവ്യക്ത ദശയിലാണ്, അതിന് മുഴുവൻ സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള സമയത്തിനെ കുറിച്ച് നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ്. അധികവും സമയം ഈ സൃഷ്ടിയുടെ സ്വഭാവം എന്താണ്? അവ്യക്ത ദശയിലാണ്, സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. അത് സൃഷ്ടിയുടെ സ്വഭാവമാണ്, അത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഈ ഭൗതിക സൃഷ്ടിയുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നീ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തി അപ്രകടമായി പോവും, ആ വ്യക്തിയുടെ ശരീരം നശിച്ചു പോവും എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
അത് നശിച്ചു പോകുന്നത് തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആത്മാവാണെങ്കിൽ ഒരിക്കലും നശിക്കുന്നില്ല. ആത്മീയ ലോകത്തിലെ ജീവിതമാണെങ്കിൽ ഒരിക്കലും ഈ ഒരു അവ്യക്ത ദശയില്ല. അവിടെ ജീവാത്മാവിന് മറഞ്ഞു കിടക്കേണ്ട ആവശ്യമില്ല. ജീവാത്മാവ് അതിന്റെ സ്വധർമ്മം ചെയ്യുന്നത് കൊണ്ട് അതിന് മുഴുവൻ അതിന്റെ സ്വഭാവങ്ങളും അതിന്റെ മുഴുവൻ കഴിവുകളും ഒക്കെ എല്ലാ സമയത്തും പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പ്രകടമായിട്ടുള്ള ജീവിതം, ആത്മീയമായിട്ടുള്ള ജീവിതമാണ്. ഭൗതിക ലോകത്തിലെ ജീവിതം അധികം സമയവും അവ്യക്ത ദിശയിലാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവ്യക്താദീനി ഭൂതാനി. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ ജനിച്ചിട്ടുള്ള ജീവജാലങ്ങളെയാണ് പറയുന്നത് ഭൂതം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിൽ ജനിച്ചതാണ് ഭൂതം എന്ന് പറയുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രക പരിദേവന. ഈ സൃഷ്ടിയിൽ അധികം സമയം അവ്യക്ത ദിശയാണ്. യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു. പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്. പ്രഹ്ലാദ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള ഉപദേശത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതം 100 വയസ്സുണ്ടെങ്കിൽ പോലും ആ വ്യക്തി അത് യഥാർത്ഥ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് അധികം സമയം അവ്യക്ത ദിശയിൽ മറ്റു പല കാര്യങ്ങളും ചെയ്ത് അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ സൃഷ്ടിയിൽ, ഭൗതിക സൃഷ്ടിയിൽ മധ്യദശയിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സൃഷ്ടിക്ക് പ്രകടഭാവമുള്ളൂ. ബാക്കി എല്ലാ സമയം അത് അവ്യക്ത ദിശയിലാണ്. അതിന് അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അത് ഈ ഭൗതിക സൃഷ്ടിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭൗതിക ലോകം വളരെ താൽക്കാലികമായിട്ടേ പ്രകടമാകുന്നുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഒരിക്കലും നശിക്കാത്ത സ്വഭാവം, എല്ലാ സമയത്തും വ്യക്തിത്വം നിലനിർത്തുന്ന സ്വഭാവം, ലോകത്ത് മുഴുവൻ, പ്രപഞ്ചത്തിൽ മുഴുവൻ ജീവിക്കാൻ സാധിക്കുന്നതാണ് ജീവാത്മാവ്. അതിന് ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ടും അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. എത്ര ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ശരീരത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ജീവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതേ തസ്മാദേവം വിധിത്വനം നാനുശോചിനും അർഹസി. ഇത് അദൃശ്യനാണ്, അതിന്റെ സ്വഭാവം വ്യക്തമല്ല. വേദങ്ങളിലൂടെ മാത്രമേ, ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമുക്ക് ഈ ജീവാത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഈ ഭൗതിക ലോകത്ത് ഈ ജീവാത്മാവിന്റെ സ്വഭാവം കുറച്ച് സമയത്തേക്ക് മാത്രമേ പ്രകടമാവൂ. ബാക്കി എല്ലാ സമയം അത് അവ്യക്ത ദശയിലാണ് ഇരിക്കുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രകാ പരിദേവന. ഭൗതിക ലോകത്തിലുള്ള എല്ലാ സൃഷ്ടിയും അങ്ങനെ തന്നെയാണ്. മധ്യഭാഗത്ത് മാത്രമാണ്, മധ്യദശയിൽ മാത്രമാണ് അതിന്റെ സ്വഭാവം പ്രകടമാക്കാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും അതിന് അവ്യക്ത ദിശയിൽ കഴിയേണ്ടതാണ്. അത് ഈ ഭൗതിക സൃഷ്ടിയുടെ സ്വഭാവമാണ്. അതിനെക്കുറിച്ച് ദുഃഖിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും ശ്ലോകങ്ങളിൽ 12ാമത്തെ ശ്ലോകം മുതൽ അല്ലെ, നത്വേവാഹം ജാതുനാസം നത്വം നേവേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപ്പുരം എന്ന് തൊട്ടിട്ട് ഇവിടെ 28ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ജീവന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ഇതിനാണ് ആത്മതത്വം എന്ന് പറയുന്നത്.
ശരീരത്തിന്റെ സ്വഭാവവും ആത്മാവിന്റെ സ്വഭാവവും വെച്ച് കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് ഇത് സാഖ്യയോഗമാണ്, വിശ്ലേഷിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിന് സാഖ്യദർശനം എന്ന് പറയും, അല്ലെങ്കിൽ സാഖ്യോപദേശം എന്നും പറയും. ഇത്രയും ഭഗവാൻ പറഞ്ഞത് ആത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇനി ഇത് ആർക്കൊക്കെ മനസ്സിലാകും? ഇത് ഇത്രയും പറഞ്ഞിട്ടും ആർക്കെങ്കിലും മനസ്സിലാകുമോ? എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കും ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല. ആർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കുന്നതിന്റെ മുന്നേ ഈ ശ്ലോകത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം അത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. ഓക്കെ, അപ്പൊ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഈ സൃഷ്ടിയുടെ സ്വഭാവമാണ്. സൃഷ്ടിയിൽ അവ്യക്ത ദശയിലാണ് ജീവാത്മാവ് അധിക സമയം ഇരിക്കുന്നത്. കുറച്ചു സമയത്തേക്ക് മാത്രമേ അതിന്റെ സ്വഭാവം അതിന് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആദ്യദശയിലും അവസാന ദശയിലും അത് അവ്യക്ത ദശയിലാണ് ഇരിക്കുന്നത്. അത് സൃഷ്ടിയുടെ സ്വഭാവമാണ്. അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അടുത്ത ശ്ലോകത്തിൽ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെ ആത്മാവിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആരൊക്കെ എന്തൊക്കെ രൂപത്തിലാണ് ഇത് എടുക്കുക, ആത്മാവിനെ കുറിച്ചുള്ള തത്വം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ എടുക്കുക എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അത് നമുക്ക് വായിച്ചു നോക്കാം. 29ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ നചൈവ കശ്ചിത്. വിവർത്തനം ഭഗവാൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസു. വായിച്ചോട്ടെ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്യദ്ദതി തദൈവ ജാന്യ ആശ്ചര്യവച്ചൈന്നമന്യ ശൃണോതി ശ്രുത്യാവേനം വേദന ചൈവ കശ്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥം. ഗീതോപനിഷത്ത് മിക്കവാറും ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ളതാകയാൽ ഈ സൂക്തം കഠിനോപനിഷത്തിൽ 1-2-7 കാണുന്നതിൽ അത്ഭുതമില്ല. ശ്രവണയാവേ ബിഹോഭിര്യോനിരഭ്യ ശൃണന്തോ അവിബിഹൂയം ന വിദ്യോ ആശ്ചര്യോ വക്ത കുശലോ അസ്യ ലബ്ധ ആശ്ചര്യോ അസ്യ ജ്ഞാത കുശലാനുശിഷ്ട. ഭീമാകാരമായ ഒരു മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്തെ ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരമത്രേ. വ്യക്തിഭാവമാർന്ന അണുമാത്രനായ ആത്മാസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപശ്ചര്യകളൊന്നും ഇല്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. പ്രപഞ്ചത്തിലെ പ്രഥമ ജീവസത്തയായ ബ്രഹ്മാവിനും ജ്ഞാനം പകർന്നു കൊടുത്ത പ്രമാണികൻ ഒരുപക്ഷെ ഇത് വിശദീകരിച്ചു കൊടുത്തു എന്നിരിക്കലും അവർക്കിത് മനസ്സിലാവുകയില്ല. നന്നേ സൂക്ഷ്മമായ ഒരണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാകാൻ കഴിയുമെന്ന് സ്ഥൂലമായ ഭൗതിക ബോധമുള്ളത് കൊണ്ട് ആധുനിക മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. അവർ ആത്മാവിനെ ഘടന കൊണ്ടോ വർണ്ണ വിഷയമെന്ന നിലയ്ക്കോ ആശ്ചര്യമെന്ന് കരുതുന്നു. മായാമോഹിതരായി ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ ആകൃഷ്ടരായിത്തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം
പരാജയത്തിലേക്ക് കലാശിച്ചു എന്നത് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ഭൗതിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ എന്ന് വരാം. ആത്മാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ചിലർ തദ്വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളിലോ സത്സംഗങ്ങളിലോ പങ്കെടുക്കുന്നുണ്ടാവാം. എങ്കിലും ചിലപ്പോൾ അറിവില്ലായ്മ കാരണം പരമാത്മാവും അണുമാത്രനായ ആത്മാവും സ്ഥൂല സൂക്ഷ്മ വ്യത്യാസമില്ലേ ഒന്ന് തന്നെയെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പരമാത്മാവ്, അണുമാത്രനായ ജീവാത്മാവ് എന്നിവയുടെ നില, അവരവരുടെ പ്രവർത്തനങ്ങൾ, പരസ്പര ബന്ധം, അവയെ സംബന്ധിച്ച മറ്റു ചെറുതും വലുതുമായ വിവരങ്ങൾ, ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ ഗ്രഹിച്ചിട്ടുള്ളവരെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. ഈ ആത്മജ്ഞാനങ്ങളുടെ പൂർണ്ണമായ പ്രയോജനം നേടി ആത്മാവിന്റെ നില എങ്ങനെയാണെന്ന് വിവിധ കാഴ്ചപ്പാടുകളിൽ കൂടി വിവരിച്ചു തരുവാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്താൻ അതിലേറെ പ്രയാസമുണ്ട്. ഏതു വിധത്തിലെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യന് ജീവിതം സഫലമായി. മറ്റു സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായ ശ്രീകൃഷ്ണനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക എന്നതാണ് ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. മാത്രമല്ല, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കാൻ ഒരാൾ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ച് ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ അഹൈരുതമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ. മറ്റു മാർഗമല്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹേമലത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത്? ഇതുവരെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത് ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും ഒരേ നിലവാരത്തിൽ ഈ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എല്ലാവർക്കും. എങ്ങനെയൊക്കെ മനസ്സിലാക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. ചില ആളുകൾ ആത്മീയമായിട്ടുള്ള ബോധത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, ആത്മീയ ബോധം ഉദിച്ച ആളുകൾ, ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മീയമായിട്ടുള്ള അറിവ് കിട്ടിയ ആളുകൾ, അവർ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഈ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. അവർക്ക് വലിയ അത്ഭുതമാണ്. കാരണം എന്താണ്? ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ നമ്മളെ കുറിച്ചല്ല ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരീരത്തിന്റെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെ? ഞാൻ ഇന്ന സമയത്ത് ജനിച്ചു, ഇന്ന സമയത്ത് മരിക്കും, കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. അതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ശരീരത്തിന്റെ കഴിവുകളാണ് നമ്മുടെ കഴിവുകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിന്റെ സ്വഭാവങ്ങളാണ് നമ്മളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ശരീരത്തിനേക്കാൾ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആത്മാവാണ് ഞാൻ. ആ ആത്മാവിന്റെ സ്വഭാവമാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വലിയ അത്ഭുതമുണ്ടാകും, അല്ലെ? ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, ഞാൻ ഒരിക്കലും മരിച്ചു പോകുന്നില്ല. അതുവരെ ആ വ്യക്തി എന്താണ് വിചാരിച്ചത്? ഓ, ഞാൻ മരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും, ശരീരം മരിച്ചാലും ശരീരം നശിച്ചാലും ഞാൻ മരിച്ചു പോകുന്നില്ല. അത് വലിയ സന്തോഷമുള്ള വാർത്തയാണ്, അല്ലെ? ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ള വാർത്ത. അത് ആശ്ചര്യത്തോടു കൂടി അത് മനസ്സിലാക്കും, ആ വ്യക്തി മനസ്സിലാക്കും. ചില വ്യക്തികൾ മനസ്സിലാക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നീട് മറ്റു സ്വഭാവങ്ങളും, ആത്മാവിന്റെ മറ്റു സ്വഭാവങ്ങളും, അതിനെല്ലാ സ്ഥലത്തും സഞ്ചരിക്കാം, അല്ലെ? അതിനെ ആർക്കും തടയാൻ സാധിക്കില്ല, അതിനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി ഒരു വ്യക്തി മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആത്മാവിന്റെ സ്വഭാവം ഒരു വ്യക്തി അത്ഭുതകരമായിട്ട് മനസ്സിലാക്കും. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെയുള്ള ആത്മാവുണ്ട്, അല്ലെ? സൂക്ഷ്മജീവികളിൽ, ഉറുമ്പുകളില്, അതേപോലെ വലിയ വലിയ ജീവികളില്, മൃഗങ്ങളില്, പറന്നു നടക്കുന്ന ജീവികളിൽ, വെള്ളത്തിനകത്തുള്ള ജീവികളിൽ, ആനയിൽ, തിമിംഗലത്തിൽ,
ഇങ്ങനെ വളരെ ചെറിയ ജീവി മുതൽ വലിയ ജീവി വരെയുള്ള എല്ലാ ജീവികളും ഒരേപോലെയുള്ള ജീവാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത്ഭുതത്തോടുകൂടി ഒരു വ്യക്തി ഈ ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാകും. ഇവിടെ ഭഗവാൻ പറയുന്നത് പശ്യതി എന്നാണ്, കാണും, ദർശിക്കുമെന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് ദർശിക്കാൻ സാധിക്കും, ആത്മാവിനെ തന്നെ ദർശിക്കാൻ സാധിക്കും, ആത്മാവിനെ സ്വയം ദർശിക്കാൻ സാധിക്കും. ആശ്ചര്യവത് പശ്യതി, ദർശിക്കുന്നു, കാണാൻ സാധിക്കും, അങ്ങനെ കണ്ടു ബോധ്യപ്പെടാൻ സാധിക്കും. അങ്ങനെ കണ്ടു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വ്യക്തി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ. ആത്മാവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ ലോകം മുഴുവൻ വിചാരിക്കുന്നത് പോലെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ആത്മാവിന്റെ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പ്രഹ്ലാദൻ അതാണ് ചെയ്തത്, അല്ലെ? 5 വയസ്സുള്ള കുട്ടിയായിരുന്നു പ്രഹ്ലാദ മഹാരാജാവ്. ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ നാരദ മഹർഷിയിൽ നിന്ന് ജീവന്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ മനസ്സിലായി, ഭഗവാനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഇത് മറ്റുള്ളവർക്കൊന്നും അറിയുന്നില്ല, കുട്ടികൾക്കൊന്നും ഇതറിയില്ല. അപ്പോൾ പ്രഹ്ലാദ 5 വയസ്സുള്ള സമയത്ത് തന്നെ ആ ജീവാത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ ടീച്ചർമാര് ചണ്ടനും അമർക്കനും പുറത്തു പോകുന്ന സമയത്ത്, ഇന്റർവെൽ സമയത്ത് പ്രഹ്ലാദന്റെ പരിപാടി ഇതാണ്. ഡെസ്കിന്റെ മുകളിൽ കയറി നിൽക്കും എല്ലാവരും കാണാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ആത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ, ആശ്ചര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറഞ്ഞു കൊടുക്കും. ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആശ്ചര്യവച്ചേന മന്യശ്രുണോതി. ചില ആളുകൾക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പൂർവജന്മ പുണ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ സ്വഭാവത്തിനെ കുറിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ, ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. അല്ലെ, പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നവരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെ? അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. പൂർവജന്മ പുണ്യങ്ങൾ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ അത്ഭുതത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആശ്ചര്യവച്ചേന മന്യശ്രുണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ചില ആളുകൾക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രം അവര് വിചാരിക്കും, അല്ലെ? എന്തൊക്കെയോ ആത്മാവ് എന്ന് പറയുന്നുണ്ട്, എന്താണ് എന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും, കേൾക്കും. അല്ലെങ്കിൽ നമ്മൾ ആത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കേൾക്കും, നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാൻ തന്നെ പറയുന്നു എല്ലാവർക്കും ഇത് മനസ്സിലാകില്ല. ചില ആളുകൾ നമ്മളോട് പറയും, നിങ്ങൾ എന്ത് ഭ്രാന്താണ് പറയുന്നത് എന്ന് പറയും, അല്ലെ? അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതിന്റെ കാരണം എന്താണെന്ന് 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കാരണം കാമമാണ് എന്നാണ് പറയുന്നത്. കാമമാണ് ആത്മാവിന്റെ ജ്ഞാനത്തിനെ മറച്ചു വെക്കുന്നത്. തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ ആത്മാനം പ്രജഹിത്യേനം ജ്ഞാനവിജ്ഞാന നാശനം. നമ്മുടെ ജ്ഞാനത്തിനെ നശിപ്പിക്കുന്നതാണ് കാമം. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യനം ഇഹ വൈരിണം. ആത്മാവിന്റെ സ്വഭാവത്തിനൊക്കെ നശിപ്പിക്കുന്നതാണ് കാമം. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ. എത്രത്തോളം ഒരു വ്യക്തി ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അത്രത്തോളം ആത്മീയമായിട്ടുള്ള മറവി ഉണ്ടാകും എന്ന് ഈ അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ, അല്ലെ? 2-ാമത്തെ അധ്യായത്തിൽ എത്രയാണ് 62, 63 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്.
ജായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമം. സ്മൃതി വിഭ്രമം ഉണ്ടാകും. ആത്മാവിനെ കുറിച്ചൊക്കെ മറന്നുപോകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. അപ്പോൾ ആത്മാവിന്റെ ജ്ഞാനത്തിനെ മൂടി നിൽക്കുന്നതാണ്, മറച്ചു വെക്കുന്നതാണ് കാമം, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. അപ്പോൾ അത് കുറയ്ക്കുന്നവർക്ക്, അത് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം ആത്മീയമായിട്ടുള്ള അറിവുണ്ടാകും. അത് എത്രത്തോളം കൂട്ടുന്നോ, അത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം ആത്മീയമായിട്ടുള്ള മറവിയാണ്, അജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരിലും ഒരേപോലെ ഈ ആത്മീയ ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില ആളുകളിൽ, ഓരോ ആളുകളിലും എങ്ങനെയാണ് ഈ അജ്ഞാനം പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. 38-ാമത്തെ ശ്ലോകത്തിൽ, 3-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകത്തിൽ കാമം എത്രത്തോളമാണ് ജ്ഞാനത്തിനെ മൂടി വെക്കുന്നത്. ധൂമേന പ്രിയതേ വന്യർ യഥാദർശോ മലേനച്ച യഥോൽബേനാവൃതോ ഗർഭത്തതാ തേനേതമാവൃതം. അജ്ഞാനത്തിന്റെ പുതപ്പ്, അജ്ഞാനത്തിന്റെ ആവരണം, അജ്ഞാനത്തിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് ഓരോരുത്തരിലും വ്യത്യാസമുണ്ടായിട്ട് എല്ലാവരിലും ഒരേപോലെയല്ല. ചില ആളുകളിൽ എങ്ങനെയാണ് കാമമുള്ളത്, അജ്ഞാനമുള്ളത്? ധൂമേന പ്രിയതേ വന്യർ. ചില ആളുകളിൽ ഈ തീക്കട്ടയിൽ ചാരം മൂടിയിരിക്കുന്നത് പോലെ, അത്രേ ഉള്ളൂ. തീക്കട്ടയിൽ ചാരം മൂടിയാൽ അത് കളയാൻ ഒഴിവാക്കാൻ എളുപ്പമാണ്. ചാരം ഒന്ന് ഊതിയാൽ മതി, വീണ്ടും തീക്കട്ട കത്തിജ്വലിക്കാൻ തുടങ്ങും, ജ്ഞാനം പുറത്തേക്ക് വരും. അത് വളരെ എളുപ്പമാണ്, ഒന്ന് ഊതിയാൽ മതി. അല്ലെ? അങ്ങനെയുള്ളവരാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആശ്ചര്യപക്ഷേന മന്യശൃണോതി, കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ചില ആളുകൾക്ക് എങ്ങനെയാണ്? യഥാദർശോ മലേനജ, കണ്ണാടിയിൽ പൊടി പിടിച്ചതുപോലെയാണ്. അതൊന്ന് നമ്മൾ തുടയ്ക്കണം, ഒന്ന് ശക്തിയായിട്ട് ചിലപ്പോൾ തുടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം, സോപ്പോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കണം. അല്ലെ? ഒന്നുകൂടി ശക്തി ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും വീണ്ടും നമ്മൾ ആത്മാവിനെ കുറിച്ച്, ഭഗവാനെ കുറിച്ചൊക്കെ കേൾക്കണം. അപ്പോഴാണ് നമുക്ക് ആ പുകപടലം മാറി, ആ പൊടി മാറി കാര്യം വ്യക്തമാകുന്നത്. ഇനി ചില ആളുകൾ എങ്ങനെയാണ്? യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേതമാവൃതം. ഗർഭത്തെ, ആ ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രം എങ്ങനെയാണോ മൂടിയിരിക്കുന്നത് അതുപോലെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കില്ല. അല്ലെ? അത് അവിടെ നിസ്സഹായനായിട്ട് കിടക്കുകയാണ്. അതിന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അതിന് കാലം കഴിയണം. കാലക്രമേണ കുറെ കാലം കഴിയുമ്പോഴാണ് അതിന് പുറത്തേക്ക് വരാൻ സാധിക്കും. അതേപോലെ ചില ആളുകൾ അജ്ഞാനം വളരെയധികം മൂടിക്കഴിഞ്ഞാൽ അവർ നിസ്സഹായ അവസ്ഥയിലാണ്. അവർക്കൊന്നും മനസ്സിലാവില്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവും. അങ്ങനെ ആളുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി ശിലപ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഒരേ നിലവാരത്തിലല്ല. അവസാനത്തെ പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. പല നിലവാരത്തിലുണ്ട്. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം തന്നെ പല നിലവാരത്തിലുണ്ട്. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാൽ അതോടുകൂടി കഴിയുന്നില്ല. അത് തുടക്കം മാത്രമാണ്. എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്. എന്താണ്? ജീവനും ശരീരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ജീവാത്മാവ് മാത്രമല്ല പരമാത്മാവും ഉണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലെ? പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരും എല്ലാം ഒന്ന് തന്നെയാണ്. ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നാണ്. അങ്ങനെ എല്ലാം ഒന്നല്ല. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? പരമാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓരോരുത്തരുടെയും സ്ഥാനം എന്താണ്? ഓരോരുത്തരുടെയും ധർമ്മം എന്താണ്? ഇതൊക്കെ വ്യത്യസ്തമാണ്.
ഇതൊക്കെ ആത്മീയമായിട്ടുള്ള അറിവിലുള്ള വ്യത്യസ്ത നിലവാരമാണ്. അപ്പോൾ ആത്മീയതയിലും ഒരുപാട് വ്യത്യസ്ത നിലവാരത്തിലുള്ള അറിവുകളുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നേടാൻ സാധിക്കും? അതാണ് അവസാനത്തെ പാരഗ്രാഫിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത്. മറ്റു സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക എന്നതാണ് ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം. ഒരുപാട് ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കാതെ, മറ്റു ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകാതെ, ഭഗവത്ഗീതയെ ആശ്രയിച്ച് നേരിട്ട് ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അതേപടി സ്വീകരിക്കുന്നതാണ് ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ള ലളിതമായിട്ടുള്ള മാർഗം എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? മാത്രമല്ല, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കാൻ ഒരാൾ മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ചിരിക്കും. ആത്മാവിനെ കുറിച്ച് അറിയാൻ എന്ത് വേണം? നമ്മൾ ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കണം. ഭഗവാനെ അംഗീകരിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ ഈ ജ്ഞാനമൊക്കെ ഹൃദയത്തിലൂടെ പകർന്നു കൊടുക്കും. ഭഗവാനെ അംഗീകരിക്കാതെ ആത്മാവിനെ കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭഗവാനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഭഗവത്ഗീതയിലുള്ള വാക്കുകൾ അതേപോലെ മനസ്സിലാക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ ആയുധകമായിട്ടുള്ള കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ. ഭഗവാന്റെ ശുദ്ധഭക്തന്മാരെ അംഗീകരിക്കുക, ശുദ്ധഭക്തന്മാർ പറഞ്ഞു തരുന്നത് അതേപടി സ്വീകരിക്കുക. ഭഗവാനെ മാത്രം അംഗീകരിച്ചാൽ പോരാ, ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ടുള്ള ആ ഗുരുവിനെയും കൂടി നമ്മൾ അംഗീകരിക്കണം. അല്ലെ, ശ്രീലപ്രഭാതരെയും ശ്രീലപ്രഭാതരുടെ ഭാവാർത്ഥവും നമ്മൾ അതേപടി സ്വീകരിക്കണം. അപ്പോഴാണ് അവരുടെ കാരുണ്യത്താൽ ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ടാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള രഹസ്യം. അത് ശ്രീലപ്രഭാതർ വെളിവാക്കുന്നുണ്ട്. ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കണം. ഭഗവാന്റെ ശുദ്ധഭക്തനെ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ അംഗീകരിച്ച് അവർ പറയുന്നത് അതേപടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആത്മീയ ജ്ഞാനത്തിനുള്ള വഴി. മറ്റ് ഊഹാപോഹങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങളിലൂടെയോ നമ്മൾ